തായ്ലാൻഡ് യാത്രയുടെ 2ാം ദിവസമായ ഇന്ന് ആദ്യം പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. പട്ടായയിലെ ബാലി ഹേയ് ഫെറിയിൽ നിന്ന് ബോട്ട് മാർഗമാണ് അവിടേക്ക് പോകുന്നത്. ഇടയ്ക്ക് കടലിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് ചില വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികൾ കൂടിയുണ്ട്. ഞങ്ങളുടെ ബസ് ബീച്ചിലെത്തി. ബീച്ചിൽ നിന്ന് പട്ടായ സിറ്റി വ്യൂ എന്ന സൈൻ ബോർഡ് കാണാം. ബീച്ചിലേക്കുള്ള വഴിയിൽ ഇക്കാണുന്ന വിശാലമായ ഗ്രൗണ്ടിലാണ് കോറൽ ദ്വീപിലേക്ക് പോകുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. ബസ് പാർക്ക് ചെയ്ത ശേഷം ദ്വീപിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് അവിടെ തയ്യാറാണ്. സ്റ്റെപ്പ് ഇറങ്ങിച്ചെന്ന് ഞങ്ങൾ ഓരോരുത്തരായി ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് എല്ലാവരും സീറ്റിലിരുന്നു. ബോട്ട് ഡ്രൈവർ ഞങ്ങളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. തായ് ഭാഷയിലായതുകൊണ്ട് കൃത്യമായി മനസ്സിലായില്ല. എന്നാലും അംഗവിക്ഷേപങ്ങളിൽ നിന്ന് കടലിളക്കമുള്ള സമയമാണെന്നും സീറ്റിൽ പിടിച്ചിരിക്കണമെന്നുമാണ് പറഞ്ഞതെന്ന് ഊഹിച്ചെടുത്തു. ബോട്ട് ഞങ്ങളെയും കൊണ്ട് പറയായവാച്ചി എന്ന പോയിന്റിലെത്തി. ഞങ്ങൾ ബോട്ടിൽ നിന്ന് അതിലേക്ക് കയറി. കടലിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ആക്ടിവിറ്റി സ്റ്റേഷനാണത്. ഏകദേശം 7000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഫ്ലോറാണത്. ഒരേ സമയം 1000-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും അതിലുണ്ട്. ഇവിടെയാണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയായ പാരാസൈലിംഗ് നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നവർ വരിയായി നിന്ന് പ്രത്യേക ജാക്കറ്റ് അണിഞ്ഞ് പാരാസൈലിംഗിന് തയ്യാറായി. ജീവിതത്തിൽ ആദ്യമായി ഞാനും ഒരു പാരാസൈലിംഗിന് ഒരുങ്ങുകയാണ്. പാരാസൈലിന്റെ നൂലുകളുടെ അറ്റത്ത് കൊളുത്തുകളുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിലുള്ള ജാക്കറ്റിലെ കൊളുത്തുമായി ബന്ധിപ്പിക്കും. നൂലിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു കയർ താഴെ കടലിൽ ഒരു സ്പീഡ് ബോട്ടിൽ ഘടിപ്പിക്കും. ഈ ബോട്ട് സഞ്ചരിക്കുന്നതിനനുസരിച്ച് പാരാസൈൽ ഉയർന്ന് കാറ്റിന്റെ ഗതിക്കൊത്ത് മുന്നോട്ട് പോകും. പാരാസൈലിംഗിനിടെ മുകളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ ഒരേ സമയം ഭീതിതവും മനോഹരവുമായിരുന്നു. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പാരാസൈലിംഗ് പോയിന്റിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു പോയിന്റിലേക്കാണ് ഇനി പോകുന്നത്. അവിടെയാണ് അണ്ടർ സീ വാക്കിംഗ് നടക്കുന്നത്. ഞങ്ങൾ മറ്റൊരു ബോട്ടിലേക്ക് മാറിക്കയറി. ഈ ബോട്ടിൽ നിന്നാണ് കടലിന്റെ താഴെയുള്ള നടത്തം ആരംഭിക്കുന്നത്. അതിനായി ഞങ്ങൾ വസ്ത്രം മാറി കാത്തിരുന്നു. ബോട്ടിൽ നിന്ന് വെള്ളത്തിനടിയിലേക്ക് ഒരു ഗോവണി പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ച ഒരു ഹെൽമറ്റ് തലയിൽ വെക്കും. നമ്മൾ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിപ്പോകാതിരിക്കാനും ശ്വാസം ലഭിക്കാനുമാണ് ഈ ഹെൽമറ്റ്. ഞങ്ങൾ വെള്ളത്തിനടിയിലൂടെ ഏകദേശം 10 മിനിറ്റ് നടന്നു. ഇതിനിടെ പലതരം മത്സ്യങ്ങളെ കണ്ടു. അവയ്ക്ക് തീറ്റ കൊടുത്തു. സുന്ദരമായ ഒരനുഭവം തന്നെയാണ് അണ്ടർ സീ വാക്കിംഗ്. പിന്നീട് ഞങ്ങൾ കോറൽ ഐലൻഡ് ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് പോയി. ഏകദേശം 10 മിനിറ്റ് സഞ്ചരിച്ച് ഞങ്ങൾ ദ്വീപിലെത്തി. പട്ടായ തീരത്ത് നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള പ്രശസ്തമായ സ്ഥലമാണ് കോ ലാൻ എന്നും അറിയപ്പെടുന്ന കോറൽ ദ്വീപ്. കോറൽ എന്നാൽ പവിഴം എന്നാണർത്ഥം. മനോഹരമായ ബീച്ചുകൾ, തെളിഞ്ഞ ജലം, പവിഴപ്പുറ്റുകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ ദ്വീപ്. ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെട്ട 2 ആക്ടിവിറ്റികൾ നടക്കുന്നത് ഇവിടെയാണ്. ആദ്യത്തേത് വാട്ടർ ബൈക്ക് റൈഡാണ്. തുടർന്ന് ബനാന റൈഡ് എന്നറിയപ്പെടുന്ന മറ്റൊരു അഡ്വഞ്ചർ യാത്രയാണ്. രണ്ടിനുമായി ഞങ്ങൾ തയ്യാറെടുത്തു. ആക്ടിവിറ്റികൾക്ക് ശേഷം ഞാൻ ആ ദ്വീപിലൊന്ന് ചുറ്റിക്കറങ്ങി. തവാൻ ബീച്ച്, സാമേ ബീച്ച്, നുവൽ ബീച്ച് എന്നിങ്ങനെ മനോഹരമായ നിരവധി ബീച്ചുകൾ ഈ ദ്വീപിലുണ്ട്. സന്ദർശകർക്ക് സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിംഗ്, ജെറ്റ് സ്കീയിംഗ്, പാരാസെയിലിംഗ് എന്നിവയുൾപ്പെടെ വിവിധ ജലകായിക വിനോദങ്ങൾ ആസ്വദിക്കാനും കഴിയും. സമയം ഉച്ച കഴിഞ്ഞ് 3 മണിയോടടുക്കുന്നു. ഉള്ളിൽ വിശപ്പിന്റെ വിളി ഉയരാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. അപ്പോഴാണ് ഞങ്ങളുടെ തായ് ഗൈഡ് ഗ്രൂപ്പിന്റെ പേരെഴുതിയ പ്ലക്കാർഡും പിടിച്ച് ഞങ്ങളെ വിളിക്കുന്നത്. വാട്ട് എന്നാണ് അയാളുടെ പേര്. ഞങ്ങൾ അയാളുടെ പിറകിൽ തിരികെ ബോട്ടിലേക്ക് നടന്നു. തിരയിളക്കമുള്ള കടലിന്റെ മുകൾ പരപ്പിലൂടെ ഞങ്ങളുടെ ബോട്ട് ചാടിയും മറിഞ്ഞും തിരകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. പോകുന്ന വഴിയിൽ കുഞ്ഞു കുഞ്ഞ് ദ്വീപ സമൂഹങ്ങളും കാണാമായിരുന്നു.
കോറൽ ദ്വീപ് യാത്ര പൂർത്തിയാക്കി ബോട്ട് പട്ടായ ജെട്ടിയിൽ തിരിച്ചെത്തി. ഞങ്ങൾ ബോട്ടിൽ നിന്നും ഇറങ്ങി നടവഴികൾ പിന്നിട്ട് ബസ്സിനടുത്തേക്ക് നടന്നു നീങ്ങി. ബസ് സൗത്ത് പട്ടായയിലേക്കാണ് പോകുന്നത്. അവിടെ ബോളിവുഡ് എന്നു പേരുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് അവിടെയാണ്. പട്ടായയുടെ നഗരക്കാഴ്ചകൾ കണ്ട് ബസ് ബോളിവുഡ് റെസ്റ്റോറന്റിന് മുമ്പിലെത്തി. ഞങ്ങൾ ഹോട്ടലിനകത്തേക്ക് പ്രവേശിച്ചു. വിവിധ തരം വിഭവങ്ങൾ ബൊഫെ സിസ്റ്റത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എല്ലാമുണ്ട്. ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എടുത്തു കഴിച്ച ശേഷം അടുത്ത ടൂറിസ്റ്റ് പോയിന്റിലേക്ക് ഞങ്ങൾ യാത്രയായി. യാത്ര കവറാക്കാനായി ബസ്സിൽ ചില കലാപ്രകടനങ്ങളെല്ലാം അരങ്ങേറി. നവമിഥുനങ്ങൾ മുതൽ സീനിയർ മിഥുനങ്ങൾ വരെ പാട്ടും ഡാൻസുമൊക്കെയായി യാത്ര രസകരമാക്കി മാറ്റി. നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ടെർമിനൽ 21 എന്ന മാളിലാണ്. തായ്ലൻഡിലെ പട്ടായയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ഷോപ്പിംഗ് മാളാണ് ടെർമിനൽ 21. 2013 ഒക്ടോബറിൽ തുറന്ന ഇത് നമം ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത ടെർമിനൽ 21 മാളുകളുടെ ഒരു ശൃംഖലയുടെ ഭാഗമാണ്. ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനലിനെ അനുകരിക്കുന്ന രൂപകൽപ്പനയാണ് മാളിനെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ നിലയും വ്യത്യസ്തമായ ലോകനഗരത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവ തീം ഷോപ്പിംഗും ഡൈനിംഗ് അനുഭവവും വാഗ്ദാനം ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു നില ടോക്കിയോയിലെ തെരുവുകളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന് സാൻ ഫ്രാൻസിസ്കോയോട് സാമ്യമുള്ളതാണ്. പട്ടായയിൽ നിന്ന് പുറത്തു പോകാതെ തന്നെ ലോകമെമ്പാടും സഞ്ചരിക്കാനുള്ള ഒരു ബോധം സന്ദർശകർക്ക് നൽകാനാണ് ഈ രൂപകൽപ്പനയിലൂടെ ഉദ്ദേശിക്കുന്നത്. ടെർമിനൽ 21 നിരവധി നിലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഉയർന്ന നിലവാരമുള്ള ബോട്ടിക്കുകൾ മുതൽ ജനപ്രിയ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ വരെ വൈവിധ്യമാർന്ന കടകൾ ഉണ്ട്. പ്രാദേശിക തായ് ഭക്ഷണവിഭവങ്ങൾ മുതൽ അന്താരാഷ്ട്ര നിരക്കുകൾ വരെയുള്ള വൈവിധ്യമാർന്ന ഡൈനിംഗ് ഓപ്ഷനുകളും സിനിമയും കുടുംബ സൗഹൃദ മേഖലയും ഉൾപ്പെടെയുള്ള വിനോദ സൗകര്യങ്ങളും മാളിൽ ഉണ്ട്. വരൂ, നമുക്ക് മാളിനകത്തേക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ടുനോക്കാം.
മാളുകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ മാൾ അതിൻ്റെ കോൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ് വേറിട്ടു നിൽക്കുന്നത്. മാളിനകത്തെ ഒരോട്ട പ്രദക്ഷിണത്തിനൊടുവിൽ രാത്രി അല്പം വൈകി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി രാത്രി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക്